നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംഘർഷഭരിതമായ സമരത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ. ഇന്നിപ്പോ നമ്മൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കണ്ട KSUവിന്റെ സമരം അക്രമഭരിതമായി. അവിടെ മുളകുപടി ഉപയോഗിക്കുന്നത് കണ്ടു, അക്രമാസക്തരായിട്ടുള്ള ആൾക്കൂട്ടം പരസ്പരം അടിക്കുന്നത് കണ്ടു, പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്, പോലീസിന്റെ ജലപീരങ്കി കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരം കണ്ടതാണ്. വണ്ടിപ്പെരിയാറിലത്തെ സമരം സംഘർഷഭരിതമാകുന്നത് കണ്ടു. അത് DYFIയുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നത് കണ്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധങ്ങളെ DYFIക്കാർ കൈകാര്യം ചെയ്യുന്നതാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അക്രമാസക്തമായ സമരങ്ങളിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ കൂടി പോവുകയാണ്. എന്താണ് കോൺഗ്രസും അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനകളും ലക്ഷ്യം വെക്കുന്നത്? സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കളം പിടിക്കാനുള്ള ശ്രമമാണോ ഇത് അടിക്കുള്ള തിരിച്ചടിയാണോ? സർക്കാർ അല്ലെങ്കിൽ ഭരണകക്ഷി ഈ സമരത്തെ എങ്ങനെയാണ് കാണുന്നത്, കൈകാര്യം ചെയ്യുന്നത്? ഈ വിഷയങ്ങൾ സംസാരിക്കുകയാണ്. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് റിജിൽ മാക്കുറ്റി, കോൺഗ്രസ് നേതാവ്, LS ലിജു CPMൽ നിന്നുള്ള പ്രതിനിധി എന്നിവരാണ്. ആദ്യം റിജിൽ മാക്കുറ്റി, ഈ മുട്ടയ്ക്കകത്ത് മുളകുപൊടി നിറച്ചു കൊണ്ടുവരിക, മനഃപൂർവ്വമായി പ്രകോപനം ഉണ്ടാക്കുക, പരമാവധി പ്രൊവോക്കേറ്റീവായിട്ടുള്ള വെല്ലുവിളികൾ നടത്തുക, അങ്ങനെ ഒരു തെരുവിൽ സംഘർഷം നിറയ്ക്കുക, അങ്ങനെ കളം നിറയുക എന്ന ഒരു സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണോ? എന്താ അതിൻ്റെ ഉദ്ദേശം? ഒരിക്കലുമല്ല ശ്രീ നിഷാദെ. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ തന്നെ തെരുവിൽ സമരത്തിന്റെ മുമ്പിലാണ്. അത്തരം സമരങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കേരളത്തിനകത്ത് ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടതല്ലേ. പെട്രോൾ ബോംബെടുത്ത് സമരം നടത്തിയത്, പെട്രോൾ ബോംബുമായി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തിരുവനന്തപുരം സെക്രട്ടറിയിലേക്ക് കടന്നു വന്ന ഒരുപാട് വിഷയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പം നിങ്ങൾ അത് മുട്ട എന്നൊക്കെയാണ് പറയുന്നത്. ആ പെട്രോൾ ബോംബും അതോടൊപ്പം ചീമുട്ടയും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങൾ അങ്ങനെ ആ മുട്ടയെടുത്ത് സമരം ചെയ്യണമെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കേരളത്തിനകത്ത് ഏകാധിപത്യപരമായി ഒരു സർക്കാരും ആ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അത് യുവജന സംഘടനകളും പ്രതിഷേധം നടത്തുന്നവരെ തല്ലിച്ചതക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ നവകാട്ടാള യാത്ര കല്യാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ചെടിച്ചട്ടി കൊണ്ടും അതോടൊപ്പം തന്നെ ഹെൽമറ്റ് കൊണ്ടും തല്ലിച്ചതച്ച് ഭീകരമായി പരിക്കേൽപ്പിച്ചത്. അതോടൊപ്പം തന്നെ അത് കൂടെയുള്ള DYFIക്കാർ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുലെ കടിച്ച് പറിച്ച് അദ്ദേഹത്തിന്റെ ശരീരം മാംസം പറിച്ചെടുത്തത് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പേപ്പട്ടി ആണ് ആളുകളെ കടിക്കാറ്. അതിനേക്കാളും വൃത്തികേടായ രൂപത്തിലാണ് DYFIക്കാർ കടിക്കൽ ഉൾപ്പെടെയുള്ള മാർഗം സ്വീകരിച്ച് മുമ്പോട്ട് പോയപ്പോൾ അതിനെയെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അത് ജീവൻ രക്ഷാ മാർഗമാണ്, മാതൃകാ പ്രവർത്തനമാണെന്നാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ അക്രമം നടത്തുന്നത്, ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതും ഹെൽമറ്റ് കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതും മാതൃകാ പ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. സ്വാഭാവികമായും അദ്ദേഹമാണല്ലോ എന്നാൽ പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പ്രകോപനങ്ങളെ മാതൃകാപരമായ പ്രവർത്തനങ്ങളായി കണ്ടത്. അപ്പൊ ഞങ്ങളങ്ങനെ അക്രമത്തിലേക്ക് പോയതില്ല. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ പ്രതിഷേധം. അതിനുശേഷം ആലപ്പുഴയിൽ മുഖ്യമന്ത്രി ഗവൺമെന്റ് ഉൾപ്പെടെ അതിക്രൂരമായിട്ടാണ് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ സഹപ്രവർത്തകന്മാരെ അടിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസിംഗിന് വിരുദ്ധമായിട്ടാണ് ഗവൺമെന്റ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ അടിച്ചത്. അപ്പൊ അതിനെയും മുഖ്യമന്ത്രി ശ്ലാഘിക്കുകയാണ് ചെയ്തത്, അയാളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കണ്ടേ? ഞങ്ങൾ യുവജന സംഘടന എന്ന നിലയിലും വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലും ഒരു പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ല. ഈ രൂപത്തിൽ DYFIക്കാരെ കൊണ്ടും പോലീസിനെ കൊണ്ടും ക്രൂരമായി തല്ലിച്ചതച്ച് മുമ്പോട്ട് പോകുന്നു. ഇവർ പറയുന്നത് എന്താണ്? നിങ്ങൾ 2, 3, 4 ആളുകൾ വന്ന് കരിങ്കൊടി കാണിക്കുന്നു, ആത്മഹത്യാ സ്ക്വാഡാന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ ആത്മഹത്യാ സ്ക്വാഡൊന്നുമില്ല, പ്രതിഷേധം കരിങ്കൊടി കാണിക്കേണ്ട സമയത്തുള്ള പ്രതിഷേധം കരിങ്കൊടി രൂപത്തിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ, DGP ഓഫീസിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. ആ സമരം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ള സർക്കാരിനെതിരായി ഈ സമരത്തിന്റെ ഒരു പദ്ധതിയും പ്ലാനും ഒക്കെ എന്താണ് റിജിൽ മാക്കുറ്റി? ഇപ്പോ ഇനി ഈ പലതരത്തിലുള്ള സമരങ്ങളും മാർച്ചുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമാജികരുടെ ഒക്കെ മാർച്ചുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സമരം ചെയ്യുക എന്നതുകൊണ്ട് സർക്കാരിനും സർക്കാരിൻ്റെ ഭരണകക്ഷിക്കുമൊക്കെ അക്രമത്തിൻ്റെ മാർഗമാണെങ്കിൽ ഞങ്ങളും അക്രമത്തിൻ്റെ മാർഗം എന്ന ലൈൻ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അവർ അക്രമം നടത്തിയെന്നുള്ള പരാതിയുണ്ട്. ആ പരാതിയെ നിങ്ങൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നതിന് മാർച്ചുകൾ നടത്തുക, സംഘർഷം ഉണ്ടാക്കുക, നവകേരള മാർച്ചിൻ്റെ ഫ്ലെക്സ് കീറുക, CPMന്റെ ഓഫീസുകൾക്ക് നേരെ കല്ലെറിയുക, ഈ മുളകുപൊടി വിതറുക, ഈ പരിപാടി നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്.
അല്ല ശ്രീ നിഷാദെ, ഞങ്ങൾ ആരും പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞങ്ങളാണ് പ്രകോപനം ഉണ്ടാക്കിയത്. ഈ കേരളത്തിനകത്തൊരു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാർ സർക്കാർ ചെലവിൽ ഒരു പാർട്ടി യാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടും ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ട് പണം പിരിച്ചുകൊണ്ട് ഇത്തരമൊരു യാത്ര നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടി വിലക്കയറ്റം കൊണ്ട് ഉൾപ്പെടെ പെൻഷൻ കിട്ടാതെ ആളുകൾ തെരുവിൽ കിടന്ന് പിച്ചച്ചട്ടിയെടുത്ത് തെരുവിൽ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ രൂപത്തിൽ ദൂർത്തടിച്ചുകൊണ്ട് 1,05,00,000 രൂപയുടെ ആഡംബര ബസ്സിനകത്ത് ഇങ്ങനെ നടത്തുന്ന ഒരു യാത്ര, ആ യാത്രയുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപമുണ്ട്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഒരു കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന് ഇവർ പറയാണ്. ഇവരല്ലേ സാമ്പത്തിക പ്രതിസന്ധിയോട് പ്രശ്നമുണ്ട്, ഡിവൈഎഫ്ഐ നടത്തുന്ന അതിക്രമത്തോട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതിനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചോ ചോദിക്കാൻ ഞാൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗോട്ടികളുമായിട്ട് വരിക, മാർച്ച് നടത്തുമ്പോ മുട്ടയ്ക്കകത്ത് ഈ മുളകുപൊടി നിറച്ചുകൊണ്ട് വരിക, ആ മാർച്ച് വരുന്ന വഴിയിലെ എല്ലാ ഫ്ലെക്സും കീറി പ്രകോപനം ഉണ്ടാക്കുക, CPM-ന്റെ ഓഫീസുകളിലേക്ക് കല്ലെറിഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുക, അത് നിങ്ങൾ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ അലമ്പുണ്ടാക്കാൻ? ഞങ്ങളല്ലല്ലോ അലമ്പുണ്ടാക്കിയത്. ഭൂമിയോട് ക്ഷമിക്കും, ക്ഷമ കെട്ടുകഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. അതാണ് ഇവിടെ ഉണ്ടായത്. ഞങ്ങൾ ആരെയും ഡിവൈഎഫ്ഐക്കാരൻ അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല. കൊല്ലത്ത് നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങളെ ആക്രമിക്കാൻ വന്നത്. ഓരോ സ്ഥലത്ത് ഇവരുടെ ആളുകൾ പോലീസ് കൈകാര്യം ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ ഡിവൈഎഫ്ഐക്കാരാണ് വളണ്ടിയർമാർ എന്ന് പറയുന്ന നവകേരള സദസ്സിനകത്ത് ഇവരെ ഡിവൈഎഫ്ഐക്കാർ പിന്നെ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കി അവരല്ലേ സമരക്കാരെ ആക്രമിക്കുന്നത്. ആ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ. കാസർഗോഡ് നിന്ന് പിന്നെ കല്യാശ്ശേരിയിൽ നിന്ന് കൊല്ലം വരെ ഞങ്ങൾ സഹിച്ചില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് കൊല്ലത്ത് നിങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടടിക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായ പ്രതികരണവും പ്രതിഷേധവുമാണെന്നാണ് നോക്കൂ. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. നിഷാദ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് ഇപ്പോൾ സെക്രട്ടറിയിൽ നടന്ന മാർച്ച്, ഇത് വണ്ടിപ്പെരിയ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ചിനകത്ത് അക്രമം നടത്തിയതാരാ? ഒരു പ്രതി 6 വയസ്സുകാരിയെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ആ കേസിനകത്തെ പ്രതിയെ പ്രോസിക്യൂഷന്റെ കൃത്യമായ തെളിവില്ലാത്തതിന്റെ പേരിൽ കോടതി വെറുതെ വിട്ട ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ അത്തരത്തിലൊരു വിഷയം നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോലീസ് സ്റ്റേഷനകത്തേക്ക് മാർച്ച് നടത്തുമ്പോൾ അതിനെ അപഹസിക്കുകയും ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഡിവൈഎഫ്ഐ. അപ്പൊ ഇവരാരുടെ കൂടെയാ? വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ അതിനകത്ത് നീതി കിട്ടാതിന്റെ പേരിൽ സമരം ചെയ്യുന്ന ആളുകളെ ആക്രമിക്കാൻ ഡിവൈഎഫ്ഐക്കാരും CPM-മാരും കൊട്ടേഷൻ എടുത്തത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരല്ലേ പ്രകോപനം ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അതിനകത്ത് പ്രതിഷേധിക്കണ്ടേ? ആ വിഷയത്തിനകത്ത് ഇടപെടണ്ടേ? കേരളത്തിലെ പൊതുമനസാക്ഷിയെ ഇതുപോലെ ഉലച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊക്കെ പ്രതീക്ഷിച്ചില്ലേ ആ പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുമെന്ന്? അയാൾ കൂളായി പുല്ലുപോലെ ഇറങ്ങി വന്നില്ലേ നിയമത്തിന് മുമ്പിൽ നിന്ന്? ആരാ സഹായിച്ചത്? ആരാ സംരക്ഷിച്ചത്? ആ പ്രതിക്ക്, ആ കേസ് അട്ടിമറിച്ചവർക്കെതിരെ സമരം ചെയ്യുമ്പോൾ പോലും അതിനെപ്പോലും ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഇവരുടെ മനസ്സെന്താ? ഇവരാരപ്പാണ്? ഇരയോടൊപ്പാണോ വേട്ടക്കാരനൊപ്പമാണോ? നോക്കൂ, ഇവിടെ നിങ്ങളുടെ ആളുകൾ ഇവരുടെ കരിങ്കൊടി സമരത്തിന് നേരെ വലിയ അതിക്രിയയും ഗൂണ്ടായുസവും ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ട കാര്യമാണ്. പലയിടത്തായി ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നത്, മാരകമായി മർദ്ദിക്കുന്നത് കണ്ടതാണ്. പിന്നെ പോലീസ് മർദ്ദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് മർദ്ദിക്കുന്നു. അതിനെല്ലാം സർക്കാരും സംവിധാനവും എല്ലാം ന്യായീകരിക്കുന്നതാണ് കണ്ടത്. മുഖ്യമന്ത്രി ഇതിനെ ജീവൻ രക്ഷാ ദൗത്യവും മാതൃകാപരവും അത് തുടരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഏതാണ്ട് അതേ മുറയിൽ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അത് മാതൃകാപരമാണോ, അത് തുടരേണ്ടതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോക്കൂ, ഇവിടെ ഈ പറയുന്നതിൽ കുറച്ച് നാളുകളായി ഇവർ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. നമ്മൾ കണ്ടതാണ് പല ഘട്ടങ്ങളിലായി ഇവരെന്താണ് ചെയ്തത്. ബസ്സിന് മുമ്പിലേക്ക് കരിങ്കൊടിയുമായി, ആദ്യം സംഭവിച്ചത് മുതൽ എടുക്കുകയാണെങ്കിൽ പോലും ബസ്സിന് മുമ്പിലേക്ക് കരിങ്കൊടിയുമായി ചാടുകയാണ്. ബസ്സിന് മുമ്പിൽ കരിങ്കൊടിയുമായി ചാടുന്നതിന്, കരിങ്കൊടി കാണിക്കുന്നത് ഒരു കാരണവശാലും തെറ്റാണെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ജനാധിപത്യമായിട്ടുള്ള എല്ലാ സമരങ്ങളും നിങ്ങൾക്ക് നടത്തുവാനുള്ള അവകാശമുണ്ട്, അത് നിങ്ങൾ നടത്തുക തന്നെ വേണം, ഞങ്ങളും അങ്ങനെയാണ്, അതിലൊന്നും ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. പക്ഷേ ബസ്സിന് മുമ്പിലേക്ക് ചാടി സ്വാഭാവികമായും ബസ് ഇടിച്ച് ആ ബസ് ഇടിക്കുന്ന സാഹചര്യത്തിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന അനുഭവം? ഈ കേരളത്തിൽ ഒരാൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ ആ ബസ് ഇടിച്ച് ഒരാൾ മരണപ്പെട്ടു, അതെന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ബലിയാടുകൾ ഉണ്ടാക്കുവാനുള്ള പരിശ്രമമാണ് ഇന്ന് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായി VD സതീശന്റെ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ അങ്ങനെയാണ്. ഇവർ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ആക്രമിക്കും, ഇവിടെ നവകേരള സദസ്സിനെ നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള നിലയിലേക്കുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ നടത്തി ഇതിനെ നേരിടാനായി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ സാധാരണപ്പെട്ട KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും അവർക്ക് ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിയില്ല. ഇവർ ഈ കനകോലു പറയുന്നത് അടിസ്ഥാനത്തിൽ കേരളത്തെ എങ്ങനെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ, ഇടതുപക്ഷത്തെ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എടുക്കുന്ന ഒരു തന്ത്രപ്രധാനമായ മുന്നേറ്റമാണ്.
അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബസ്സിന് മുമ്പിലേക്ക് ചാടുന്ന സ്ഥിതി, ഇതിനെ പിടിച്ചു മാറ്റുന്ന സ്ഥിതി പല ഘട്ടങ്ങളിലും ഉണ്ടായി. അത് ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് പൂർണ്ണമായി പറയാൻ വേണ്ടി കഴിയില്ല. ചിലയിടങ്ങളിൽ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കൂടുതലും അവിടുത്തെ നാട്ടുകാരാണ് ഇവരെ പിടിച്ചു മാറ്റുന്നതിന് പരിശ്രമം നടത്തിയിട്ടുള്ളത്. അവിടെ മറ്റൊരു കാര്യം, ഇവിടെ ഈ പറയുന്ന ജംഗ്ഷനുകളിൽ സ്വാഭാവികമായും ഡിവൈഎഫ്ഐയുടെയും അതുപോലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും മറ്റ് ജനാധിപത്യ വിശ്വാസികളും ഒക്കെ ഉണ്ടാകും. മുഖ്യമന്ത്രി കടന്നു പോകുന്ന, നമുക്കറിയാം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിനകത്ത് മാത്രം ഇരിക്കുന്ന ആളല്ല, ഇവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന മുഖ്യമന്ത്രിയാണ്. അങ്ങനെ സാധാരണപ്പെട്ടവരെ നേരിട്ട് കാണുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ അവിടെ ജംഗ്ഷനുകളിൽ കൂട്ടമുണ്ടാകും. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി കൂടി നിൽക്കുന്ന സ്ഥിതിവിശേഷം. ഇതിനിടയിലേക്ക് ബസ്സിന്റെ മുമ്പിൽ ചാടാൻ വേണ്ടി പോകുമ്പോൾ അവിടെ പിടിച്ചു മാറ്റലും അവിടെ തർക്കവും അതിന്റെ ഭാഗമായുള്ള അല്ല, ബസ്സിന്റെ മുമ്പിലേക്ക് ചാടാനാണ് ഇവർ വരുന്നത്, ആത്മാഹുതിയാണ് ഇവരുടെ പദ്ധതി എന്നൊക്കെ താങ്കൾ പറയുന്നു. നിങ്ങൾ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടിയിട്ടുണ്ടോ, നിങ്ങൾ അതിക്രമം കാണിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചും അടുത്തതായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ ഇവർ ആത്മാഹുതി ചെയ്യാൻ വരുന്നവരാണോ, ബസ് തടയാൻ വരുന്നവരാണോ, ചാടാൻ വരുന്നത് എന്തോ ആയിക്കോട്ടെ, അത് തടയാനും നടപടിയെടുക്കാനും പിടിച്ചു മാറ്റാനും കേസെടുക്കാനും ഇവിടെ പോലീസുണ്ട്. ഡിവൈഎഫ്ഐക്ക് എന്താണ് ഈ ക്രമസമാധാന പാലന ചുമതല? എല്ലായിടത്തും ഡിവൈഎഫ്ഐക്കാർ തന്നെ. നോക്കൂ, പിടിച്ചു മാറ്റിയ ഒരാളെ മാറ്റി നിർത്തി വാഹന വ്യൂഹം പോയി കഴിഞ്ഞതിന് ശേഷം പിടിച്ചു മാറ്റി മാരകമായി മർദ്ദിക്കുന്നു, ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ടടിക്കുന്നു. അതിൽ കേസെടുക്കപ്പെട്ടവരിൽ ഡിവൈഎഫ്ഐക്കാരാണ് അധികവും. അധികവും. എല്ലായിടത്തും ഡിവൈഎഫ്ഐക്കാരെ കാണാം. അംഗപരിമിതനായ ആളെ പോലീസ് പിടിച്ചു മാറ്റുമ്പോ പിന്നാലെ വന്ന് ചവിട്ടുന്നവരിൽ ഡിവൈഎഫ്ഐക്കാരുണ്ട്. നിയമം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഡിവൈഎഫ്ഐക്ക് എവിടെയാണ്? ഇവിടെ സ്വാഭാവികമായി ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഡിവൈഎഫ്ഐക്കാർക്കും ഇതിനകത്ത് പരിക്കേൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ആഹ്വാനവും നടത്തിയിട്ടില്ല. ഞങ്ങൾ ഒരിടത്തും ആഹ്വാനം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനേക്ക് ചില ജംഗ്ഷനുകളിൽ ആളിറങ്ങുന്നു, അതുണ്ടാകുന്നുണ്ട്. അവിടെ ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ട് അവിടെ വന്ന് കുറച്ചുപേര് നിൽക്കുന്നതല്ല, ഇവര് പ്രഖ്യാപനം നടത്തുകയല്ലേ. ഞങ്ങൾ പ്രഖ്യാപിച്ചല്ല വന്നിട്ടുള്ളത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിങ്ങൾ എത്രയോ കരിങ്കൊടി കാണിച്ചവരാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമ്പോൾ അതിൽ വിറളി പൂണ്ട നാട്ടുകാർ നിങ്ങളെ കൈകാര്യം ചെയ്ത അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടോ? ഈ നാട്ടുകാർ എന്ന് പറയുമ്പോൾ ഈ തുല്യം ചാർത്തി കൊടുക്കുന്ന ആർക്കാണ്? നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ചില്ല് തകർത്ത് മുഖം മുറിച്ച സംഘമാണ്. നിങ്ങളെ അതിന്റെ പേരിൽ നാട്ടുകാരെവിടെയെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇതാരാണ് ഈ നാട്ടുകാർ? ഞങ്ങൾ ഒളിച്ചിരുന്ന് ചാടി ഇറങ്ങി വാഹനത്തിന് മുമ്പിൽ ചാടാറില്ല. നിങ്ങളുടെ മഹാരഥന്മാരായ നേതാക്കൾ, മന്ത്രിമാരായി ഇപ്പൊ ഇരിക്കുന്നവർ പോലും ഒളിച്ചിരുന്ന് ചാടിയ അനുഭവമുള്ളവരാണ്. അല്ല, ഗവർണറുടെ മുമ്പിലേക്ക് ഞങ്ങൾ കരിങ്കൊടിയുമായി ഞങ്ങളുടെ SFI പ്രവർത്തകർ പോകുന്നുണ്ടല്ലോ. അവരാരും ഈ പറഞ്ഞ നിലയിലേക്ക് വണ്ടിയുടെ മുമ്പിൽ എടുത്ത് ചാടി ആത്മഹത്യ ശ്രമിക്കുന്നില്ല. ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിൽ അടിച്ചതാരാണ്? ഞാനതിൽ പിഴവുണ്ടെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കല്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ സമരം ശരിയാണോ എന്ന് പറയേണ്ടി വരും. അല്ല, അത് നമ്മൾ എവിടെയെങ്കിലും കണ്ടതാണോ? ഇത് പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരായാലും KSUക്കാരായാലും അവരും നമ്മളോ സഹപ്രവർത്തകരായിട്ട് കാണുന്നതാണ്. പക്ഷെ അവരായാൽ പോലും അത്തരത്തിലേക്ക് ഒരു അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് എടുത്തു ചാടുക സ്ഥിതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒന്നാമത്തെ എടുത്തു ചാടുകയാണ്, വാഹനത്തിന് മുമ്പിൽ ചാടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു നെഗറ്റീവാണ്. കരിങ്കൊടി സമരം എന്ന് വെച്ചാൽ വഴിയിൽ നിൽക്കുക, മുഖ്യമന്ത്രി വരുമ്പോ പരമാവധി അടുത്ത് പോയി അത് കാണിക്കുക എന്നാണ്. നിങ്ങൾ കാണിച്ചിട്ടുള്ള കരിങ്കൊടി സമരം അതാണ്. ആയിക്കോട്ടെ, അന്ന് ഏതെങ്കിലും നാട്ടുകാർ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഇപ്പൊ മാത്രമേ ഈ നാട്ടുകാർ എഴുതി വരുന്നതാണ്. നിങ്ങളുടെ ഇവർ ഈ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം? മുദ്രാവാക്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ സമീപനം എന്താണ്? എന്തോ ആയിക്കോട്ടെ, ഒരു മുദ്രാവാക്യവും ഇല്ലാതെ വിചാരിക്കട്ടെ, അവർക്ക് സമരം ചെയ്തുകൂടെ? അതുകൂടി പറയാം. പിന്നെ അദ്ദേഹം സമരത്തിൽ ഒരിക്കലും അവരുടെ സമരത്തിന്റെ മെറിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്. ജനാധിപത്യ അടിസ്ഥാനത്തിൽ ഇവിടെ നടത്തുന്ന ഒരു സമരത്തിനും ഞങ്ങൾ എതിരല്ല. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെ കാണണം. അതിന് നിങ്ങൾ മറ്റൊരു നിലയിലേക്ക് കാണേണ്ടതില്ല. അവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം പരിശോധിച്ച് നിങ്ങൾ സർട്ടിഫൈ ചെയ്യണോ? ഏതാ കേട്ടില്ല? അവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം നിങ്ങൾ സർട്ടിഫൈ ചെയ്താലേ സമരം ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള മുദ്രാവാക്യം വെച്ച് സമരം ചെയ്യും. ജനാധിപത്യ രാജ്യത്തിനകത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് അവരെ ചോദ്യം ചെയ്യലൊന്നുമല്ല. സ്വാഭാവികമായും നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം, നിങ്ങൾ പല ചോദ്യം ചോദിച്ചല്ലോ, അതിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ.
ശരി, ഞാൻ ചോദിക്കുന്നത് ഇതാണ് നോക്കൂ, ഇതാണ് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസമായി കാണുന്നത്. പോലീസിന്റെ അക്രമത്തിനെതിരെ യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരും ചേർന്ന് നടത്തുന്ന പ്രതിഷേധമാണ് നമ്മൾ തെരുവിൽ കാണുന്നത് എന്ന് പറഞ്ഞ് അംഗീകരിക്കുമോ? എങ്ങനെ മനസ്സിലായില്ല? ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റിനോട് പോലീസും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐക്കാരും ഒക്കെ സ്വീകരിച്ച സമീപനം, അതിനെതിരായിട്ട് കഴിഞ്ഞ 2 ദിവസമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്തും അവിടെയും ഇവിടെയൊക്കെ നടത്തുന്ന സമരമാണ് ഈ സമരം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും? ഞങ്ങൾ ഇപ്പോഴും പറയാം, എവിടെയെങ്കിലും അത്തരത്തിൽ നടന്നിട്ടുണ്ടോ എങ്കിൽ അതിന് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഞങ്ങൾ ഒരിക്കലും അത്തരം ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങൾ ഒരു നവകേരള സദസ്സ്, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, കണ്ണൂർ മുതൽ കൊല്ലം വരെ ഇതൊരു ട്രെൻഡ് പോലെ കൊണ്ടാടി. ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകാപരമാണ്, അത് തുടരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കേഡേഴ്സിനെ വിലക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് സംഘടനയാണ് ലിജു? ശ്രീമാൻ റിജിൽ മാക്കുറ്റി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തുകൂടി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് ഡിവൈഎഫ്ഐയുടെ സമീപനമെന്നും ഇവിടെ സർക്കാർ പ്രത്യേകമായി തന്നെ അതിനകത്ത് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ആ പറഞ്ഞ നിലയിലേക്ക് വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഇവിടെ ഇത് പറയാനുള്ള യോഗ്യത ഇവർക്കില്ല. 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ കുടുംബത്തിന് നൽകിയ അവർക്ക് നൽകിയിട്ടുള്ള തുകയിൽ നിന്നും അതിൽ നിന്നും തുക അടിച്ചു മാറ്റിയവരാണ് കോൺഗ്രസ്സുകാർ. അവരാണ് ഇവിടെ വന്നിരുന്നത് ഈ നിലയിലേക്ക് ഇവിടെ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതിലേക്കുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അത് അവർ അതിന് മറുപടി പറയേണ്ടത് ഇവരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാം ഇടതുപക്ഷം ഞങ്ങൾ ആരോടൊപ്പമാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, സാധാരണക്കാരോടൊപ്പമാണ്. നീതി ലഭിക്കേണ്ട ഏതൊരാൾക്കും നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ അരങ്ങേറുന്ന വണ്ടിപ്പെരിയാറിൽ സംഘർഷം ഉണ്ടായി എന്തിനാണ് ലിജു? വണ്ടിപ്പെരിയാറിൽ ഡിവൈഎഫ്ഐക്കാർ ഇവരുമായി സംഘർഷം ഉണ്ടായി. അവരുടെ അവിടുത്തെ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് അടിച്ചു തീർക്കുന്ന സ്ഥിതി ഉണ്ടായി. അത് മാത്രമല്ല, ഇന്ന് KSU നടത്തിയിട്ടുള്ള സമരത്തിൽ CI2-ന്റെ ഓഫീസിനകത്തേക്ക് വന്ന് അവിടുത്തെ സാധാരണപ്പെട്ട തൊഴിലാളികളെ, ചുമട്ടു തൊഴിലാളികളെ അടിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് തിരിച്ചു ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷെ അതല്ലല്ലോ, ഇതിനകത്തൊരു സമരം നടത്തുന്നു. ആ സമരത്തിനകത്ത് നിന്നും കുറെ ആളുകൾ KSU-ന്റെ പ്രവർത്തകർ വന്ന് CI2-ന്റെ ഓഫീസിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന തൊഴിലാളികളെ അടിക്കുകയാണ്. അപ്പൊ ഇതാണ് KSU-ന്റെ ഒരു സമീപനം. ഇതുകൂടി നമ്മൾ കാണണം. CPM ഓഫീസിലേക്ക് കല്ലെറിയുന്നതും നവകേരള സദസ്സിന്റെ ബാനർ കീറുന്നതും ഒക്കെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരാണെങ്കിലോ ആയിക്കൂടെ? ഏത് ജനാധിപത്യ വിശ്വാസികൾ? KSU-ന്റെ കൊടിയും പിടിച്ചു വരുന്നവരാണ്. KSU-ന്റെ കൊടിയും പിടിച്ചു വന്ന് ഇത്തരത്തിലേക്ക് പ്രതിഷേധം നടത്തുന്നത് അത് ഈ പറയുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നിങ്ങളുടെ ഡിവൈഎഫ്ഐക്കാർ സംഘം ചേർന്ന് ആളുകളെ മർദ്ദിക്കുമ്പോൾ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരുടെ പ്രതിരോധം, അപ്പുറത്ത് അവരാക്രമിച്ചാൽ KSU ഗുണ്ടകൾ. ഇത് നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ? തീർച്ചയായും നമ്മളിവിടെ കാണേണ്ടത് KSU ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ഇന്നലെയും ഇന്നുമായി നടന്ന സമരം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. തീർത്തും അതൊരു ഗുണ്ടായിസ പ്രവണത പോലെ തന്നെയാണ്. ഈ കേരളത്തിനകത്ത് വലിയൊരു കലാപം ഉണ്ടാക്കണം. ഇവിടെ നടക്കുന്ന നവകേരള സദസ്സിനെ തകർക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സ് ജനം ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നെടുമങ്ങാട് ഈ സമയത്ത് നടക്കുകയാണ്. നെടുമങ്ങാട് പോലും വലിയ ജനപ്രവാഹമാണ് ഉണ്ടാകുന്നത്. ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ മാത്രമല്ല, മുഴുവൻ ആളുകളും എത്തുകയാണ്. എല്ലാ ആളുകളും വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളത്. ഇത് വല്ലാതെ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ ജനങ്ങൾ ഇത്തരത്തിലേക്ക് വന്നാൽ വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമോ എന്നുള്ള വല്ലാത്തൊരു ഭയം ഇവിടെ മുമ്പിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. VD സതീശൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് വന്ന് പറയുന്നത് ഇവിടെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള നിലയിലേക്ക്, ആക്രമണ സ്വഭാവമുള്ള നിലയിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. ഒരു പക്ഷേ സംഭവം ഉണ്ടായാൽ പോലീസിനെ വെല്ലുവിളിക്കുന്നത്, പോലീസിനെ ആക്രമിക്കുമെന്ന് പറയുന്നത്, പ്രതിപക്ഷത്തെ ആക്രമിക്കുമെന്ന് പറയുന്നത് കേരളത്തിൽ പുതിയ കാര്യമാണോ? അല്ല, ഞങ്ങൾ ഇവിടെ എന്താണ്, ഞങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ പിന്തിരിപ്പിച്ചു വിടാനുള്ള പരിശ്രമം നടത്തേണ്ടത്. നമുക്ക് ഈ കേരളത്തിനകത്ത് കണ്ണൂരിൽ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചു, ഹെൽമറ്റ് കൊണ്ട് അടിച്ചു, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന നിലയ്ക്ക് നിങ്ങൾ ആരെ പിന്തിരിപ്പിച്ചു? തീർക്കേണ്ടതില്ല.
മീഡിയ വണ്ണ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ചുവ മനസ്സിലാക്കും. എല്ലാം ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയേണ്ടതില്ല. പിന്നെ ആരാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ മാരകമായി കൈകാര്യം ചെയ്യണമെന്നുള്ള അങ്ങനെ നിങ്ങൾ പറയരുത്. ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ല നവകേരള സദസ്സിൽ വരുന്നത്. അവിടെ വോളണ്ടിയർമാരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ആൾക്കാരെ ആക്രമിക്കലാണോ? അവിടെ ഉണ്ടായ സംഭവത്തിൽ ഞങ്ങൾ കണ്ടതാണല്ലോ. നമ്മളെല്ലാം ഇതെല്ലാം നേരിട്ട് കണ്ടതാണല്ലോ. ഇത്തരം കാര്യങ്ങൾ മീഡിയയിലൂടെ കണ്ടതാണല്ലോ. പിടിച്ചുമാറ്റിയല്ല, മർദ്ദിക്കുകയാണ്. പിടിച്ചുമാറ്റി മർദ്ദിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ വോളണ്ടിയർമാരായി വരുന്ന ആളുകൾ, കവലയിൽ കൂടി നിൽക്കുന്ന നാട്ടുകാർ, അങ്ങാടിയിൽ സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ വരുന്ന ആർക്കും പ്രതിഷേധക്കാരെ തല്ലാൻ കഴിയുന്ന വിധത്തിൽ ലൂസായിട്ടുള്ള ക്രമസമാധാന സിസ്റ്റമാണ് നമ്മളിവിടെ ഉള്ളത്. പോലീസ് പിടിച്ചു വെച്ചു കൊടുക്കും, നാട്ടുകാരെല്ലാം കൂടെ വന്ന് പെരുമാറും. അതെന്ത് പോലീസിനാണ്? അതെന്ത് ക്രമസമാധാനമാണ്? ഇങ്ങനെ തന്നെ പ്രസ്താവിക്കാൻ വേണ്ടി നിന്നാൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നമ്മൾ കണ്ട കാര്യം എല്ലാ വശവും വേണ്ടേ? അല്ല, ഒരു വശം മാത്രം നിങ്ങൾ നോക്കിയാൽ അങ്ങനെ വേറെ വശം, ഇതിന് ഒരു വശമേ ഉള്ളൂ. പോലീസിന് നടപടി എടുക്കാം, പോലീസിന് തടയാം. ബസ്സിന് മുമ്പിൽ എടുത്ത് ചാടിയിരുന്നെങ്കിൽ ഇന്ന് മീഡിയ വൺ എന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? പോലീസ് തടയട്ടെ. നവകേരള സദസ് ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ടുള്ള ബസ് പോലീസ് തടയട്ടെ, പോലീസ് കേസെടുക്കട്ടെ. വണ്ടി കോൺവോയ് മുഴുവൻ പോയതിനു ശേഷവും പിടിച്ചു വെച്ച് ഇടിക്കുന്ന, ചെടിച്ചട്ടികൊണ്ട് തലക്കടിക്കുന്ന, ഹെൽമറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ശേഷം കേസെടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആരെ പേരിൽ കേസെടുക്കണം നിങ്ങൾ പറയുന്നത്? അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്രമസമാധാന ചുമതല നാട്ടുകാർക്ക് വിട്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് വിട്ടെന്ന് പറഞ്ഞോ? ആരൊക്കെ? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ചില ആളുകൾ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആരായാലും, അത് ഡിവൈഎഫ്ഐക്കാരല്ല, SFIക്കാരല്ല, KSUക്കാരല്ല, യൂത്ത് കോൺഗ്രസ് അല്ല, യുവമോർച്ച അല്ല, കോൺഗ്രസ്സുകാരായിട്ട് ആരായാലും, അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളായപ്പോലും ആരാണോ അവിടെ ആക്രമണ സംഭവത്തിൽ നേതൃത്വം കൊടുത്തത് അവരെ അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരെ കേസെടുക്കാൻ തന്നെയാണ് കേരളത്തിൽ ഗവൺമെന്റ് പറഞ്ഞത്. ഞങ്ങൾ പല ഘട്ടത്തിലായി പ്രതിപക്ഷത്തെ സ്വാഗതം ചെയ്യല്ലേ, മുഴുവൻ ആളുകളെ സ്വാഗതം ചെയ്യല്ലേ. ഇന്നിപ്പോ നെടുമങ്ങാട് പങ്കെടുത്തതിൽ, രാവിലത്തെ പ്രഭാത യോഗത്തിനകത്ത് പങ്കെടുത്തതിൽ ഇവിടുത്തെ BJPയുടെ ഒരു കൗൺസിൽ ഉൾപ്പെടെ മാറിയാൽ അവിടെ ഇതിനകത്തേക്ക് കടന്നു വരികയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരും ഇതിനകത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയാണ്. അതാണ് കാണേണ്ടത്. ശരി. അല്ല, റിജിൽ മാക്കുറ്റി, നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ നവകേരള സദസ്സ് വലിയ വിജയമായി അതിൻ്റെ പ്രയാണം തുടരുകയാണ്. തിരുവനന്തപുരത്ത് മറ്റന്നാൾ അത് അവസാനിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വലിയ പോപ്പുലാരിറ്റി, വലിയ ഒരു ദൃശ്യത ഉണ്ടല്ലോ, അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം. അതിൻ്റെ അവസാനത്തെ മൊമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചെയ്യാത്ത ഒന്ന്. തെരുവിലിറങ്ങുന്നു, പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും കുറെ ആളുകളും കൂടി ചേർന്ന് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇന്നിപ്പോൾ KSU സമരം നടത്തുന്നു. മാർച്ചിനിടയ്ക്ക് തന്നെ പാർട്ടി ഓഫീസിലേക്ക് കല്ലെറിയുക, എല്ലാ ഫ്ലെക്സും കീറുക, അങ്ങനെ പ്രകോപനമുണ്ടാക്കി, തല്ലുണ്ടാക്കി നിങ്ങൾക്ക് ഈ സീൻ മാറ്റണം. അതിനുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ബുദ്ധിയാണോ ശ്രീജിൽ ഈ കാണുന്നത്? ശ്രീ നിഷാദെ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഞങ്ങൾക്ക് ഈ സീന് മാറ്റേണ്ട ആവശ്യമില്ല. കേരള ജനങ്ങൾ ഞങ്ങൾക്ക് ഒപ്പമാണെന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ UDFന് അനുകൂലമായോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായോ ചിന്തിക്കുന്ന ജനതയാണ്. ഈ സർക്കാരിനെതിരെയാണ് ഈ നാട്ടിലെ ജനത. അത് പുതുപ്പള്ളിയിലും കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള മറ്റേതെങ്കിലും ഒരു ലക്ഷ്യത്തിന്റെ പേരിലല്ല. ഇതൊരു സമരം ചെയ്തതിന്റെ പേരിൽ ക്രൂരമായി വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധം. ഇപ്പോൾ CPMന്റെ പ്രതിനിധി ഇവിടെ പറയാണ് ഞങ്ങൾ അവരൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്ന്. കല്യാശ്ശേരിയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച DYFIക്കാരായ ക്രിമിനലുകളെ, അവരെ വധശ്രമത്തിന് കേസെടുത്ത് അവർ ജയിലിൽ കിടന്ന് അവർക്ക് ജയിൽ മോചിതരായപ്പോ അവർക്ക് സ്വീകരണം കൊടുത്തത് കല്യാശ്ശേരിയുടെ MLA പാർട്ടി CPM കൂടി ചേർന്നാണ്. അവരോട് പറഞ്ഞ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം വൈറലായിട്ടുണ്ട്. അപ്പോൾ തള്ളിപ്പറഞ്ഞാൽ ഈ ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് ഇവർ സംരക്ഷണം കൊടുക്കുക? ഇത് നാട്ടുകാരായതുകൊണ്ടാണോ? ഈ നാട്ടുകാരൊക്കെ തന്നെ നാട്ടുകാരെ ആക്രമിച്ച് അവർക്കൊക്കെ സ്വീകരണം കൊടുക്കുമോ? ഏതാ നാട്ടുകാർ? ഇവർ ഈ കളവ് പറയാൻ ഒരു മടിയില്ലാത്തവരല്ലേ? TPA 51 വെട്ടുവെട്ടി കൊന്നപ്പോ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെച്ച ആളുകളല്ലേ, ബിരുദന്മാരല്ലേ ഇവര്? ഇവരുടെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയല്ലേ? ഈ എന്ത് തട്ടിപ്പും പറയാൻ, എന്ത് കളവും പ്രചരിപ്പിക്കാൻ ഇതുപോലെ തൊലിക്കട്ടികളുടെ ഒരു പാർട്ടി സംവിധാനമല്ലേ ഇവര്? ഈ ആക്രമിച്ച ഭൂരിഭാഗം ആളുകൾ, അതിൻ്റെ അകത്ത് മുഴുവൻ ആളുകളും, അതിനകത്ത് നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് പരിശോധിക്കൂ, DYFIയുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. കൊല്ലത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ കമ്പിപടിയുമായി അടിക്കാൻ വന്ന അവിടുത്തെ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാവാണ്. ഞങ്ങളുടെ അംഗപരിമിതനായ സജിമോൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി ആക്രമിച്ചത് DYFIക്കാരനായ ആളാണ്. മനുഷ്യന്മാർക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യന്മാരാണെങ്കിലല്ലേ അവര്, മനുഷ്യരല്ലല്ലോ. അംഗപരിമിതനെ പോലും ആക്രമിച്ചിട്ട് പറയാ മനുഷ്യനാകണം എന്ന് പറയുന്ന ഇവർക്കല്ലാതെ പറ്റുമോ? അതോടൊപ്പം തന്നെ എറണാകുളത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. പിന്നെ മറൈൻ ഡ്രൈവിൽ ഞാൻ സഖാവാണെന്ന് പറഞ്ഞ റയീസിനെ അതിക്രൂരമായി ആക്രമിച്ചല്ലോ.
സഖാവാണെന്ന് പറഞ്ഞിട്ട് പോലും ആക്രമിക്കുകയാണ്. ഇവർക്ക് പേ പിടിച്ച അവസ്ഥയാണ്. പേ പട്ടികളെക്കാണ് അവസ്ഥ. കടിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് അടിയുമുണ്ട് കടിയുമുണ്ട്. രണ്ടും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഇനമായി ഇവർ മാറുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വിഷയം വരുമ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. ഞങ്ങൾ ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാനൊന്നും വന്നിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊക്കെ ബലിയാടുകളെ ഉണ്ടാക്കുന്നു. ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയ ബലിയാടുകളെ ഉണ്ടാക്കുന്ന പാർട്ടിയല്ല. അങ്ങനെ ബലിയാടുകളെ ഉണ്ടാക്കിയവരാണ് നിങ്ങൾ കൂത്തുപറമ്പിൽ 5 ആളുകളെ പോലീസിന് മുമ്പിലേക്ക് പെട്രോൾ ബോംബും അതോടൊപ്പം തന്നെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഒരു മന്ത്രിയെ കൊല്ലാൻ പറഞ്ഞേക്കുകയും അവിടെ വെടിവെപ്പിൽ 5 ആളുകൾ കൊല്ലപ്പെടുകയും ഒരാൾ ഇന്ന് കഴുത്തിന് പുറകിൽ വെടിയേറ്റുകൊണ്ട് ഇപ്പോഴും ജീവച്ഛമായി കിടക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബലിയാടുകളാണ്. നിങ്ങൾ അന്ന് ഉയർത്തിയ മുദ്രാവാക്യത്തിന് വിഭിന്നമായി നാട്ടിലെമ്പാടും സ്വാശ്രയ കോളേജുകൾ അനുവദിക്കുകയും ആ സ്വാശ്രയ കോളേജിന്റെ അധിപന്മാരായി നിങ്ങളുടെ നേതാക്കന്മാരായി മാറുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളാണ് ബലിയാടുകൾ ഉണ്ടാക്കുന്നത്. ചേഞ്ച് ചെയ്യേണ്ട അത്യാവശ്യമില്ല. കാരണം ഗവർണർക്കെതിരെ SFI ഒരു സമരം നടത്തുകയും SFIക്ക് വ്യാപകമായ പിന്തുണ കിട്ടുകയും ചെയ്തു. ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള നിങ്ങളുടെ സമരം എവിടെയെന്ന് പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സീൻ മാറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യമായിരുന്നില്ല. അതിനല്ലേ സത്യത്തിൽ നിങ്ങൾ ഈ ഷോ കാണിക്കുന്നത്? ശ്രീ നിഷാദെ, ഗവർണറും ഇവരും തമ്മിലുള്ള വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരുപാട് ഇവരെ തമ്മിലുള്ള ഒത്തുചേരലിന്റെയും ഒത്തുതീർപ്പിന്റെയും കഥ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഗവർണറെ ആരും എൻഡോസ് ചെയ്യാൻ പോകുന്നില്ല. വളരെ കൃത്യമാണല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച 10 ദേശീയ നേതാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ കൊടുത്ത പുസ്തകത്തിനകത്ത് പിന്നെ ഐഡിയോളജി ഓഫ് ഇന്ത്യ, പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത് 10 പേരിൽ 5 പേരുടെ പേര് RSSന്റെയും സംഘപരിവാർ നേതാക്കന്മാരാണ്, പേരുകളാണ് കൊടുത്തത്. ബ്രണ്ണൻ കോളേജിൽ ഇവരുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളായ അധ്യാപകന്മാരാണ് അത് കൊടുത്തത്. ഗോൾവർക്കറിന്റെയും സർവർക്കറിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതും അത് ശരിയാണെന്ന് പറഞ്ഞതും SFIയുടെ അന്നത്തെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ എന്റെ ചോദ്യം അതല്ല. നിങ്ങളിപ്പോ പറയാണ് സർക്കാരും ഗവർണറും നമ്മളുടെ ഒത്തുകളിയാണ്. പക്ഷേ അതിന് മേലെ വിസിബിലിറ്റി, അതിന് മേലെ സ്വീകാര്യത SFIയുടെ സമരത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങളെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ അതിന് അത്രയും ഒരു സ്വീകാര്യത കിട്ടിയെന്ന് എനിക്ക് സംശയമാണ്. ഇവിടെ ഗവർണർ എന്താണ്? ഗവർണർ RSSകാരെ ബൈപ്പാസ് ചെയ്ത് തിരികെ കയറ്റുന്നുള്ള ആരോപണം വരുമ്പോ സംഘപരിവാർ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നത് PCC അധ്യക്ഷനാണ്. അവരിലും നല്ലവരില്ലേ, അവരിലും ജനാധിപത്യ വിശ്വാസികളിലെ എന്നൊക്കെയുള്ള വലിയ ചോദ്യം ചോദിക്കുന്ന PCC അധ്യക്ഷനാണ്. നിങ്ങൾ അതിൽ പൊള്ളി നിൽക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആശ്വാസമുണ്ട്. കാരണം ആളുകൾ ഇപ്പോൾ സമരത്തെക്കുറിച്ചും തല്ലിനെക്കുറിച്ചും സംസാരിക്കുന്നു. ശ്രീ നിഷാദെ, ഞങ്ങൾ ഗവർണർക്കെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഐഡിയോളജിക്കലി അയാളുടെ കൂടെയായിരുന്നു, ഗവർണർ കൂടെയായിരുന്നു. നിങ്ങൾ ഈ കേരളത്തിനകത്തല്ലേ പൊളിറ്റിക്കൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു RSSകാരനെ നിയമിക്കാൻ അതിന് മുൻകൈ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ആ ഫയല് തീർപ്പായി കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ആ കർത്തക് എന്ന് പറയുന്ന RSSകാരനല്ലേ ഈ പണിയെടുക്കുന്നത്? അയാളെ പദവിയിൽ ഇരുത്തിയതാരം ഞങ്ങളാണോ? കേരളത്തിൽ ഗവർണർക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് നിയമസഭയിൽ സ്വീകരിച്ച ഞങ്ങളല്ലേ? അതിന് അട്ടിമറിച്ചത് ഇവരല്ലേ? കേരളത്തിലെ ഗവർണർ ഏറ്റവും രൂക്ഷമായ രൂപത്തിൽ വിമർശനം നടത്തി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ ഗവർണർ കൂടിയാണ്. ഞങ്ങൾ ഗവർണറുടെ രാഷ്ട്രീയത്തെ അദ്ദേഹം കാണിക്കുന്ന ഈ പൊറാട്ട് നാടകത്തോടൊന്നും ഞങ്ങൾക്കൊരു യോജിപ്പില്ല. വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഗവർണറുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും അയാളെ സഹായിക്കുകയും അതിനുവേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി സർക്കാരും അതുമായി ബന്ധപ്പെട്ടവരുമാണ് എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ സമരങ്ങൾ, ഗവർണർക്കെതിരായിട്ടുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടില്ലേ? ആ രൂപത്തിലുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ആ വിധമായി ബന്ധപ്പെട്ട സമരം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു കാരണവും ശരിയല്ല. സമരങ്ങളുമായും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. പക്ഷെ ആ ഗവർണർക്ക് ഈ അധികാരവും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾ ഇവരാണ് എന്ന് നിങ്ങൾ ബോധപൂർവം പറയാതിരിക്കുന്നത് ശരിയല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുക, എല്ലാ ദിവസവും രാവിലെ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുക എന്നതിൽ പരിമിതപ്പെട്ടു നിന്ന ഒരു സംഘമാണ്. ഇന്ന് പക്ഷെ അവർ സമരവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടേത് കൈകാര്യം ചെയ്യാനുള്ള ഭാവമാണെങ്കിൽ തിരിച്ചു അങ്ങനെ തന്നെ കാണാം എന്ന നിലയ്ക്ക് മുട്ടാൻ തന്നെ തീരുമാനിച്ചു എന്ന മട്ടിലാണ് അവർ തെരുവിലുള്ളത്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തെ നിങ്ങൾ കുറച്ചുകൂടി ശക്തമായി ഇനി കാണേണ്ടി വരും. അവരുടെ സമരത്തെ നിങ്ങൾ തീക്ഷ്ണമായി അനുഭവിക്കേണ്ടി വരും. അങ്ങനല്ലേ? ഇവരെ സമരത്തെ ഒന്നും നമ്മളൊരു കാരണവശാലും എതിർക്കുന്നു. സമരം നടക്കട്ടെ, അവരെ ജനാധിപത്യ അടിസ്ഥാനത്തിൽ അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതൊന്നുമല്ല ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ പറഞ്ഞു പോയ ചില കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനുള്ള അവസരം കൂടി തരണം എന്നുള്ളതാണ്. ഇവിടെ കേട്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ കുറച്ച് ക്രിമിനൽ ആയിട്ടുള്ള കുറെ ആളുകൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിനകത്ത് ഇന്നിപ്പോ ഇവരുടെ നേതൃരംഗത്തുണ്ട്. ഒന്ന്, ഇവിടെ ഏറ്റവും ഒടുവിൽ നാം കണ്ടതാണ് പത്തനംതിട്ടയിൽ കഞ്ചാവ് 2.5 കിലോ കഞ്ചാവ് പത്തനംതിട്ടയിലെ ഇവരുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. രണ്ടാമതായി
കൊല്ലത്തെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി. ആ വ്യാജമായി ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് അവരുടെ കാര്യത്തിൽ ഉപയോഗിക്കുക മാത്രമല്ല, ഇവർ ചെയ്തത് എന്താണ്, മറ്റുള്ളവർക്ക് വിൽക്കുക കൂടി ചെയ്ത സമീപനം ഉണ്ടായി. അതുപോലെ തന്നെയാണ് മലപ്പുറത്ത് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്ത് കുഴിച്ചിടുന്ന സ്ഥിതി ഉണ്ടായി. കുഴിച്ചിട്ടതിന് ശേഷം അയാൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നു സ്ത്രീയെ കാണാതായി എന്നുള്ളത്. എന്നിട്ട് അവർ തന്നെ സമരം നടത്തുകയാണ്. ഇത്തരത്തിൽ ക്രിമിനൽ ആയിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഇന്ന് യൂത്ത് കോൺഗ്രസിനകത്തുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ കണ്ടതാണ്, വ്യാജ വ്യാജ തെരഞ്ഞെടുപ്പ് ID ഉണ്ടാക്കി. ഈ രാജ്യത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് ID എന്നുള്ളത്. ആ തെരഞ്ഞെടുപ്പ് ID പോലും വ്യാജമായി ഉണ്ടാക്കി അതിന്റെ വ്യാജമാരായിട്ടുള്ള കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇന്ന് ഈ കേരളത്തിനകത്തുള്ളത്. അപ്പൊ അവരെന്തും അടിക്കാതെ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ട സമരവും അതിന്റെയൊക്കെ ഉദാഹരണങ്ങളാണ്. ഇന്നലെ എന്തായിരുന്നു അവസ്ഥ? പോലീസിന് നേരെ വലിയ ആക്രമണം അഴിച്ചുവിടുകയല്ലേ. പോലീസ് പല ഘട്ടങ്ങളിലായി ഒരു കാരണവശാലും പ്രകോപനം ഉണ്ടാക്കാതെ പിന്മാറുന്ന സ്ഥിതി ഉണ്ടാകുമ്പോഴും ഇവര് മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വന്ന് പോലീസിന്റെ കയ്യിലിരിക്കുന്ന വടി പിടിച്ചു വാക്കുന്നു, ഷീൽഡിനെ അടിച്ചു തകർക്കുന്നു, എടുത്തു ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു, കല്ലെറിയുന്നു. എന്നിട്ട് പോലും പോലീസ് സമീപനം പാലിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവിടെ ഒരു ഗ്രനേഡ് പോലും വീണ് പൊട്ടിയിട്ടില്ല. ഇത് കേരളത്തിനകത്ത് ഇത്രയും തീക്ഷ്ണമായ ഒരു സമരം ഇവരെ ഏറ്റെടുത്ത് നടത്തി അവിടെ അലങ്കോലപ്പെടുത്താനും ഈ പറഞ്ഞ അക്രമ സംഭവം ഉണ്ടാക്കി നവകേരള സദസ്സിലുണ്ടായിരുന്ന ബോർഡുകളെല്ലാം അടിച്ചു തകർത്തു. അവിടെ ആകെ മൊത്തം കുഴപ്പത്തിലാക്കിയിട്ട് പോലും പോലീസ് സംയമനം പാലിച്ചു നിന്ന ഒരു സമരമായിരുന്നു ഇന്നലെ കണ്ടത്. ഇതിനിടയിലും ഈ നിലയിൽ തന്നെയാണ് ഇന്നത്തെ സമരം. അതിലെ മഷിക്കുപ്പി സമരം നടത്തുന്നവരാണ് കടിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത്. മഷിക്കുപ്പി സമരം അങ്ങനെ വെറും നാണം കെട്ടുന്ന രീതിയിലേക്ക് സമരം നടത്തി ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ DCC ഓഫീസിൽ ഒളിച്ചു കയറിയിരിക്കുന്ന അവസ്ഥയുണ്ടായി. നമ്മൾ അത് മാത്രമല്ല, അവിടെ നമ്മൾ കണ്ടതാണ് പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തകർത്തു. അതിനകത്ത് വനിതാ പോലീസുമാരാണുള്ളത്. ആ പോലീസുകാർ കടന്നുപോയ പിങ്ക് പോലീസിന്റെ വാഹനം ഉൾപ്പെടെ അടിച്ചു തകർത്തവരാണ്. കൂത്തുപറമ്പിന്റെ രക്തസാക്ഷികളെ കുറിച്ചും കൂത്തുപറമ്പിന്റെ സമരത്തെ കുറിച്ചും പറയുവാനുള്ള ഒരു യോഗ്യതയും ഈ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരും ഇന്ന് ജനിച്ചിട്ടുമില്ല. ഇനി ഈ ഇതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സമരം നടത്തുമ്പോൾ പോലീസിനെ വേദനിച്ചതാണോ ഡിവൈഎഫ്ഐ നേതാവിന്റെ CPI നേതാവിന്റെ പ്രശ്നം? ആ സമരത്തെ എന്റെ ചോദ്യം താങ്കൾ പറയുന്നത് ഒരു സമരം നടത്തുമ്പോൾ പോലീസിന് വേദനിച്ചു, പോലീസിനെ പ്രകോപിപ്പിച്ചു, പോലീസിനെ ലാത്തി പിടിച്ചു, അതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണോ? അതൊക്കെ പ്രശ്നമാണോ? അങ്ങനെയല്ല. പറയുമ്പോ എല്ലാം പോലീസിന് വേദനിച്ച കാര്യമല്ല, എല്ലാം പറയണം. ഈ ഉണ്ടായ സമരം ഇവർ നടത്തിപ്പോയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? പോലീസ് ആക്രമിക്കണം, അല്ലെങ്കിൽ പോലീസ് വെടിവയ്പ് നടത്തണം. ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ ഉണ്ടായാൽ ഇന്ന് നടക്കുന്ന ഈ കേരളത്തിനകത്തുള്ള സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുവാനും കേരളത്തിലെ നവകേരള സദസ്സിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ആകമാനം കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള പ്രകോപനപരമായ സമരത്തിനാണ് ഇവർ നേതൃത്വം കൊടുക്കുന്നത്. ഇന്നലെ കൊടുത്തത് അത് പറയാതെ പോകണ്ടേ? പോലീസിനെ ആക്രമിക്കുന്ന കാര്യം മാത്രമല്ല, അതും സൂചിപ്പിക്കണ്ടേ? പോലീസിന് ആക്രമണം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എന്താ, പോലീസ് തിരിച്ചു പ്രതികരിക്കും. അവിടെ സമീപനം പാലിച്ചു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ അങ്ങനെ ആയിരുന്നോ? പോലീസ് എല്ലായിടത്തും അങ്ങനെ സമീപനം പാലിക്കുന്നില്ല. പോലീസ് എല്ലായിടത്തും അങ്ങനെ സമീപനം പാലിക്കുന്നില്ല. അല്ല, എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള അവസരം തരണം. കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള കുണുബാബുകൾ DCC ഓഫീസിൽ കയറി ഒളിച്ചിരുന്നത് പോലെ തിരിഞ്ഞോടിയവരല്ല. ആ സമരത്തിന് നേർക്ക് നടന്നു നീങ്ങിയവരാണ്. അവിടെ വെടിയേറ്റ് വീഴുന്നവരുടെ നെഞ്ചിലും അതുപോലെ തന്നെ നെറ്റിയിലുമാണ് വെടിയേറ്റത്. അങ്ങനെയുള്ള രക്തസാക്ഷികളാണ്, ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികളാണ്. ഇന്നിപ്പോ അവിടെ രക്തസാക്ഷിയായി ജീവിക്കുന്ന സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ആളുകളാണ്. അങ്ങനെ സമരത്തെ അങ്ങനെ ആക്ഷേപിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമൊന്നും ഇവർ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. മറ്റൊന്ന്, ഗവർണർക്കെതിരെ നടക്കുന്ന സമരത്തിൽ എവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും ഇവിടത്തെ വിദ്യാർത്ഥി സംഘടനയായ KSUവിന്റെയും സമരം ഞങ്ങൾ കണ്ടില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? KSU ഏതെങ്കിലും ഒരു സമരം മുന്നോട്ട് വെച്ചോ? ഇവിടെ RSS വൽക്കരിക്കുവാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ഗവർണറുടെ നേതൃത്വത്തിൽ ഇവിടത്തെ അക്കാദമി രംഗത്ത് നടക്കുമ്പോൾ ഒരു വിധത്തിലും അതിനെ നേരിടാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിനോ KSUകാർക്കോ കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള K സുധാകരൻ എന്ത് അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്? അദ്ദേഹം എപ്പോഴാണ് RSSലേക്ക് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇദ്ദേഹം പറയുന്നത് BJPയുടെ അഭിപ്രായമാണോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ എന്നുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. K സുധാകരനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വേറെ വ്യത്യസ്ത അഭിപ്രായമല്ല. കാരണം KSUവിന്റെ കോൺഗ്രസിന്റെ നേതാവ് K സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ്, ഞങ്ങൾ വേണ്ടി വന്നാൽ ഞാൻ RSSലേക്ക് പോകും എന്ന് പറഞ്ഞ നേതൃത്വമുള്ളതാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇതും ചെയ്യും, ഇതിനപ്പുറത്തേക്കും കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ VD സതീശനും അങ്ങനെയൊന്നും മോശക്കാരല്ല. VD സതീശനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഈ അഭിപ്രായം തന്നെയാണ്.
VD സവർക്കറുടെ മുമ്പിൽ പോയി തലകുണിച്ചു നിന്ന് വിളക്ക് കത്തിച്ച് തൊഴുതിറങ്ങിയവരാണ് VD സതീശനാണോ VD സവർക്കറാണോ എന്നുള്ളത് പോലും ഇപ്പൊ സംശയമാണ്. ഈ നിലയിലാണ് നിലവിൽ കോൺഗ്രസിന്റെ അവസ്ഥ. അതുകൊണ്ട് ഇവിടെ സമരമുറകളെ കുറിച്ചും ഇവിടത്തെ സമരങ്ങൾ നേരിട്ടതിനെ കുറിച്ചൊന്നും ഇവിടെ കോൺഗ്രസുകാർക്ക് പറയുവാനുള്ള ഒരു അഭിപ്രായവുമില്ല. ഇവിടെ നടത്തിയ സമരങ്ങളെ കുറിച്ച്, തീക്ഷ്ണമായ സമരങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെ കോൺഗ്രസിന് ഒരു കാരണവുമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പറയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസ് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോ ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും നടത്തിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സമരത്തിൽ ലാത്തി ഒടിയുന്നേരെ പോലീസുകാർ അടിച്ച് ലാത്തി ഒടിഞ്ഞു വീഴുന്ന സ്ഥിതിവിശേഷമുണ്ട്. പാളയത്തെ നിയാസ് എന്ന് പറയുന്ന സഖാവിനെ ക്രൂരമായി വളഞ്ഞിട്ട് പോലീസ് ആക്രമിച്ചില്ലേ? ഇവിടെ നിങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. അല്ല, സമരങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ ചില സമരങ്ങളെ നേരിട്ട് വരുമ്പോ ഇവിടെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും കൊടുവാവകളെ പോലെ കിടന്ന് കരയുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇതൊക്കെ കണ്ട് പേടിച്ച് വല്ലാതെ ഭയന്ന് നിൽക്കുന്ന ഇവിടെ ഇതിനേക്കാൾ വലിയ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അന്ന് പോലീസ് നേരിട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അല്ല, അത് സമരങ്ങളും അതിക്രമങ്ങളും. നിങ്ങളിപ്പോ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടാൻ പോകുന്നത് മഹാപരാധം എന്നൊക്കെ പറയുന്നവരല്ലേ? നിങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിച്ചിട്ടുള്ളവരാണ്. പോലീസ് കായികമേള ഉദ്ഘാടനം ചെയ്യാൻ കണ്ണൂരിൽ വന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പറ്റിയെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുമ്പോ കാത്തു സൂക്ഷിക്കേണ്ട അകലം ഇത്ര, മാറി നിൽക്കേണ്ട അകലം ഇത്ര എന്നൊക്കെ ഇപ്പൊ പറയുന്ന ആൾക്കാര് പരമാവധി അക്രമത്തിന്റെ സാധ്യത എടുത്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാര് ഇന്ന് വടിയും കല്ലും വലിച്ചെറിഞ്ഞു ബസ്സിലേക്ക്. പെട്രോൾ ബോംബ് എറിഞ്ഞ സമരം ഉണ്ടായിട്ടുണ്ട്. പെട്രോൾ ബോംബ് എറിഞ്ഞ സമരം തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട്. പെട്രോൾ ബോംബ് എറിഞ്ഞ സമരം മറ്റേതെങ്കിലും ഒരു ആയുധമായിരുന്നെങ്കിലോ, മറ്റേതെങ്കിലും നിലയിലായിരുന്നെങ്കിലോ എന്താ അവസ്ഥ? ഈ കേരളം അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന ഭരണകൂടത്തിലെ പ്രധാനിയായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് നിങ്ങളന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ എറിഞ്ഞ കല്ല് ബോംബായിരുന്നെങ്കിലോ? നിങ്ങളന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ എറിഞ്ഞ കല്ല് ബോംബായിരുന്നെങ്കിലോ? ഞങ്ങളതിനെ ഒരിക്കലും അത് ശരിയാണെന്ന് പറയുന്നില്ല. പക്ഷെ എവിടെയെങ്കിലും ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ K. സുധാകരൻ ഉൾപ്പെടെയുള്ള ഇവിടെ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട നേതാക്കളോ ആരെങ്കിലും ഇതിനെ തള്ളിപ്പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായോ? ഞാൻ പറയട്ടെ ലിജു, നോക്കൂ, ഇവിടെ ഒരു ചെറുപ്പക്കാരനെ കുറെ അധികം ആളുകൾ ചേർന്ന് പിടിച്ചു വെച്ച് ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നു, ഹെൽമറ്റ് കൊണ്ട് അടിക്കുന്നു, അയാളെ മൃതപ്രായനാക്കുന്നു. അതിനെ ആരാ തള്ളിപ്പറഞ്ഞ? ഇവിടെ ഈ കേരളത്തിന്റെ ഭരണനായകൻ പറഞ്ഞത് അത് മാതൃകാപരമായ ദൗത്യമാണെന്നാണ്. അതിനെ തള്ളിപ്പറഞ്ഞോ നിങ്ങൾ? എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയാണ്. പോലീസിന്റെ എല്ലാ അതിക്രമങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുകയാണ് ഭരണനായകൻ. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച കാര്യം ചോദിക്കുമ്പോ അത് ജീവൻ രക്ഷാ ദൗത്യമാണ്. നിങ്ങൾ എല്ലാ അതിക്രമങ്ങളെയും കുടപിടിക്കുന്നവരാണ്. നോക്കൂ, കണ്ണൂർ മുതൽ കൊല്ലം വരെ നടന്ന സകല അതിക്രമങ്ങൾക്കും നിങ്ങൾ കുടപിടിച്ചിട്ടേ ഉള്ളൂ. പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അത് കേരളം മുഴുവൻ കണ്ടതാണ്. ആ പ്രകോപനം എന്തിനായിരുന്നു? നിങ്ങൾക്കൊരു ലാത്തി ചാർജ് ആവശ്യം ഉണ്ടായിരുന്നോ? ശ്രീ നിഷാദെ, യഥാർത്ഥത്തിൽ സമരത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പോലീസും അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ക്രൂരമായി ആക്രമിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാവാതെ അയാൾക്കെതിരെ നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടാവില്ലേ? ഇത് നിഷാദ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് ആദ്യമാണ് കേരളത്തിൽ ഇങ്ങനെ സമരം. ഇതിനേക്കാളും വലിയ എന്തെല്ലാം സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചോദിച്ചു, പെട്രോൾ ബോംബെറിഞ്ഞതും അതോടെ പെട്രോൾ നിറച്ച കുപ്പിയെടുത്ത് പോലീസിന് എറിഞ്ഞതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ട സമരങ്ങളിൽ. ആ സമരം നടത്തിയതാരാ? SFI DYFI അല്ലേ? മറന്നുപോവോ? നമ്മുടെ മുമ്പിലില്ലേ? അതുമാത്രമല്ല, ബസ് കത്തിച്ച സമരം, ഓടുന്ന ബസ് കത്തിച്ച ആളെ കൊന്ന ആളുകളിലെ ഇവര്. അത് സമരം നടത്തിയത് ഈ CPM ഇതിന്റെ ബന്ധപ്പെട്ട പാർട്ടിയല്ലേ? അത് മറന്നുപോയോ? അങ്ങനെ നിങ്ങളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുൻ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയവരല്ലേ ഇവര്? ആ രൂപത്തിൽ സമരം നടത്തിയിട്ടില്ലേ? അതൊക്കെ നടത്തിയ സമരം ഏതായിരുന്നു? സമാധാന സമരമായിരുന്നോ? പിന്നെ ഇദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പിൽ നിങ്ങൾ സമരം നടത്തിയിരിക്കുന്നു, 5 ആളുകൾ നിങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പോലീസിനെ മന്ത്രിയെ കൊല്ലാൻ പോയതിന്റെ പേരിൽ പോലീസ് വെടിവെച്ച് 5 ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. പക്ഷെ നിങ്ങൾ ഉയർത്തിയ സ്വാശ്രയ കോളേജിനെതിരെയായിരുന്നു. പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായി MV ജയരാജനെ പോലെ അന്ന് സമരം നടത്തിയ ആളുകൾ വന്നിരുന്നത് അത് വിമർശിക്കാൻ പാടില്ലേ? ആ സമരത്തിന്റെ ഐഡിയോളജിക്കെതിരായല്ലേ നിങ്ങളെ ഗവൺമെന്റ് വന്നപ്പോ നിങ്ങൾ നിലപാടെടുത്തത്? അപ്പൊ അത് വിമർശിക്കും. അതോടൊപ്പം ഇദ്ദേഹം ഇവിടെ പറഞ്ഞു RSSുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാജ്യത്തെമ്പാടും RSS നേരെ പോരാട്ടാണ്. കഴിഞ്ഞ നിയമസഭയിൽ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കാസർഗോഡിലെ മുൻ മന്ത്രിയെ CPI നേതാവ് വിലപിക്കുന്നത് കേട്ടില്ലേ ശ്രീ നിഷാദെ? എന്തിനാ അദ്ദേഹം വിലപിച്ചത്? RSSകാരൻ അദ്ദേഹത്തെ ആക്രമിച്ച കേസ് ഒത്തുതീർത്തു CPMകാർ കാസർഗോഡ് നിന്ന്.
ആരാ ഒത്തുതീർത്തത്? ഇവർ CPM നേതാക്കന്മാരല്ലേ, ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർ ഒത്തുതീർത്ത കഥ നമ്മുടെ മുമ്പിലില്ലേ? അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന മതവെറിയനായ RSS കാരനാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവസാനം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഇവരുടെ ബന്ധല്ലേ? അതുമാത്രമല്ല, ഇവരുടെ ഇപ്പൊ യാത്രയിൽ നടക്കുന്ന കൃഷ്ണൻകുട്ടി NDA ഭാഗമായിട്ടുള്ള ദേവഗൌഡയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ അംഗമല്ലേ? അപ്പൊ LDF NDAയും ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റല്ലേ കേരളത്തില്? അപ്പൊ നിങ്ങൾ കൃഷ്ണൻകുട്ടിയെ പുറത്താക്കിയോ? CK എന്നാണ് പറയുന്നത്, അദ്ദേഹമാണ് ഞാനാണ് യഥാർത്ഥത്തിൽ ദളെന്ന് പറയും, അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിച്ചോ? അപ്പൊ ആരാണ് മോദിയുടെ ഘടകകക്ഷിയുമായി ഒന്നിച്ച് ഭരണം പങ്കിടുന്നത്? നിങ്ങളല്ലേ? അപ്പൊ ആ കാര്യങ്ങളും നിങ്ങൾ പറയണ്ട. നിങ്ങളല്ലേ RSS കാരനായ ഗവർണറുടെ PAക്ക് നിയമനം കൊടുക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയത്? അന്നത്തെ ചീഫ് സെക്രട്ടറി മാറ്റാനുള്ള തീരുമാനം എടുത്തതൊക്കെ നമ്മുടെ മുമ്പിലില്ലേ? ആ ഗവർണറുമായി സഹകരിച്ചു പോയത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ അതൊന്നും ഞങ്ങളെ പറയണ്ട. രാജ്യത്തെമ്പാടും RSSനായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? കൂത്തുപറമ്പിൽ RSSന്റെ ജനസംഘവുമായി ഒന്നിച്ച് വോട്ട് വാങ്ങിയവരല്ലേ? KG മാരാരെ ഉദുമയിൽ പിന്തുണച്ചവരല്ലേ? ലാൽകൃഷ്ണ അഡ്വാനിയെ പാലക്കാട് കൊണ്ടുവന്ന് T ശിവദാസ മേനോൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യിച്ചതല്ലേ? ലാൽകൃഷ്ണ അഡ്വാനി ഏതാ പാർട്ടി? RSS. ശിവദാസ മേനോൻ ഏതാ പാർട്ടി? CPM. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നിരന്തരമായി RSS ബാന്ധവത്തിന്റെ കാര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ഈ സംഘപരിവാർ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നൊക്കെ വിചാരിക്കുകയാണ് അദ്ദേഹം. ഈ മൻമോഹൻ സിംഗ് മാറി മോദി അധികാരത്തിൽ വന്ന കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞ മട്ടില്ല. അദ്ദേഹം പാർട്ടിയെ എതിർക്കുന്നില്ല, വ്യക്തികൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമായിട്ട് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും RSS എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദ സംഘടനയെ ഒരിക്കലും ഞങ്ങൾ ആ രൂപത്തിൽ എൻഡോസ് ചെയ്യുന്നില്ല. വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് തീവ്രവാദ സംഘടനയാണ്, രാജ്യത്തിനെതിരായിട്ടുള്ള സംഘടനയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈ RSSുമായി കൂടിച്ചേർന്നത് സഖ്യ ചർച്ച നടത്തിയതും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകന്മാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അവരെ മാറ്റിയതൊക്കെ ഈ കേരളത്തിന് മുമ്പിലുണ്ട്. അത് പിണറായി വിജയനാണ്. മറന്നുപോയോ? മാധ്യമങ്ങൾ കേൾക്കാൻ പാടില്ല ചർച്ചയ്ക്ക് ആരാ ഇവിടെ കയറ്റി വന്ന് ഇറക്ക് പുറത്ത് നിങ്ങളോട് പറഞ്ഞില്ലേ? അതിന്റെ മുമ്പിലെ കുമ്മനം രാജശേഖരനും അതോടെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP RS നേതാക്കന്മാരല്ലേ ഉണ്ടായത്? ശബരിമലയിൽ DGPന്റെ ജോലി ചെയ്തതാരാ? മത്സ്യം തില്ലങ്കേരിയല്ലേ? അതിന് സൗകര്യം ഒരുക്കി കൊടുത്തതാരാ? ഇവരല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ CPM എന്ന് പറയുന്ന പാർട്ടി RSSുമായി ഇന്നും പിണറായി വിജയൻ ഇന്ന് ആ ലാവ്ലിൻ കേസ് ഇത്ര തവണ മാറ്റിവെക്കാൻ കാരണം എന്താ? ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ഗുജറാത്ത് വികസനം പഠിക്കാൻ അയച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അതല്ലേ കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ക്യാമ്പയിന്? നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ ഈ രൂപത്തിലെല്ലാം സഹായിക്കുകയും പരസ്പരം ഒന്നിച്ചു നിൽക്കുകയും സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് ഇപ്പൊ ആവിയായില്ലേ? എന്തായിരുന്നു കേസിന്റെ തുടക്കത്തിൽ വന്ന കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് സുരേന്ദ്രന്റെ കേസ് അന്വേഷിക്കാത്തത്? അപ്പൊ BJP കാര്യത്തിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്. ലിജു, നോക്കൂ, ഇവിടെ പ്രതിപക്ഷം അവരുടെ ഒരു ഇതുവരെ ഇല്ലാത്ത ദൃശ്യത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമായിട്ടുള്ള ഒരു സംഗതിയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതിപക്ഷം അവരുടെ പ്രതിഷേധത്തിൻ്റെ പല രൂപങ്ങൾ കാണിക്കുന്നു. പ്രതിഷേധമാണ് സ്വാഭാവികമായിട്ടും പലപ്പോഴും അത് സംഘർഷത്തിൽ കലാശിക്കാം, പോലീസ് നടപടി ഉണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാവാം. പക്ഷേ പ്രതിപക്ഷം ഒരു കേവല വാർത്താ സമ്മേളന സംഘമല്ല, മറിച്ച് അതിന് തെരുവിൽ എന്താ പറയുന്നത് പ്രൊട്ടസ്റ്റുമായിട്ട് വരാൻ ശേഷിയുണ്ട് എന്ന് അവർ പ്രൂവ് ചെയ്യുന്ന ദിവസങ്ങളല്ലേ ഇത്? നോക്കൂ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി മറുപടി പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം RSSനെ എതിർക്കുന്നത് ആരാണ് എന്നുള്ളത്, RSSനെ ഇവർ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 200ഓളം MLAമാരും MP മാരും ഇന്ന് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയിട്ടും ഈ കാലയളവ് വരെ 2014 ശേഷം ഇവരെ മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെയാണ് RSSലേക്ക് കോൺഗ്രസ് വിട്ട് ചേക്കേറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ RSSനെതിരെ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ്, തീക്ഷ്ണമായ സമരത്തിന്റെ ഭാഗമായി എന്നുകൂടി വെറുതെ RSSനെതിരെ ഇവിടെ സമരം നടത്തുന്നത് ആരാണ് എന്നുള്ളത് തിരിച്ചറിയാം. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്? ഏതെങ്കിലും BJPയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ പോയി മത്സരിച്ചാൽ പോരായിരുന്നു? ഇവർക്ക് ഇവിടെ ഇടതുപക്ഷത്ത് തകർക്കണമെന്നുള്ള ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ കണ്ടത് അങ്ങനെയാണല്ലോ. അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ മത്സരിച്ചത്. ഇതാണല്ലോ സ്ഥിതി. ഇവർ RSSനെ നേരിടുന്നത്. ഇവിടെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി അല്ലേ? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവിടെ പോയി മത്സരിച്ചില്ല? ഗുജറാത്ത് മത്സരിച്ചില്ല, അല്ലെങ്കിൽ UP മത്സരിച്ചില്ല? അതല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ നിങ്ങൾ സമരം നടത്തേണ്ടത്? അങ്ങനെയല്ലേ ഈ രാജ്യത്തിനോട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയേണ്ടത്? അതിന് പകരം കേരളത്തിൽ വന്ന് മത്സരിച്ചിട്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയം? ഗവർണറുടെ സ്റ്റാഫിനെ കേരളത്തിലാണ് കേരള സർക്കാരാണ് നിയമിച്ചത്. നിങ്ങളെ കോൺഗ്രസിന്റെ
അല്ലെങ്കിൽ വി ഡി സതീശന്റെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സ്റ്റാഫുകൾ ഉണ്ടല്ലോ. ആ സ്റ്റാഫുകളെ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിയമിക്കുന്നത്? അതൊക്കെ അതിന്റേതായ രീതിയിൽ അങ്ങ് നടക്കും. നിങ്ങളെ ഡ്രൈവർ എടുക്കുന്നത് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകളുടെ എടുക്കുന്ന അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ? അല്ല, ഗവർണറുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ RSSകാരനെ നിയമിച്ചു തരണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയാണ് സർക്കാരിനോട്. അപ്പോ KR ജ്യോതിലാൽ എന്ന് പറയുന്ന സെക്രട്ടറി എഴുതി, സാർ നിങ്ങളുടെ ഈ ആവശ്യം നിയമപരമല്ല, കീഴ്വഴക്ക വിരുദ്ധമാണ്, ഇങ്ങനെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാരെ ഗവർണർ സ്റ്റാഫിൽ നിയമിക്കാൻ പറ്റില്ല എന്ന്. ആ വിയോജനക്കുറിപ്പ് എഴുതിയവനെ ആദ്യം തെറിപ്പിക്കണമെന്ന അങ്ങേരുടെ ആവശ്യം ആദ്യം അംഗീകരിച്ചു കൊടുത്ത് നിങ്ങൾ വഴിപ്പെട്ടു. ഞാൻ ഈ സർവകലാശാലയുടെ ചാൻസലർ പദവിയൊക്കെ ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അന്ന് തന്നെ അവിടെ ഇരിക്കണം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. മുന്നോട്ട് പോകേണ്ട ആളാണ് ഗവർണർ. രാഷ്ട്രീയം കാണാതെ മുന്നോട്ട് പോകേണ്ട ആളാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഏത് സ്റ്റേറ്റിലായാലും രാഷ്ട്രീയം കാണാതെ പൊതുവായ തീരുമാനങ്ങൾ എടുത്തു പോകേണ്ട ആളാണ് അദ്ദേഹം. ഇന്നാണ് RSS വൽക്കരിക്കുന്ന നിലയിലേക്ക്, ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായി വരുന്നത്. എവിടെയാ തുടങ്ങുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, CAA പ്രൊട്ടസ്റ്റിന്റെ സമയത്താണ് അദ്ദേഹം RSSന്റെ പണിക്കാരനായിട്ട് ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി തുടങ്ങിയത്. പിന്നെ ഏതെല്ലാം ഘട്ടത്തിൽ തെറ്റി, ഏതെല്ലാം ഘട്ടത്തിൽ. ഞാൻ പറയുന്നത് ഞാൻ ഈ ചാൻസലർ പദവിയിൽ ഇരിക്കുന്നില്ല, ഞാൻ ഒഴിവായേക്കാമെന്ന് പറഞ്ഞപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞു, ഇല്ല അങ്ങ് തന്നെ ആ പദവിയിൽ ഇരിക്കണം, അങ്ങ് ഒഴിയരുത് എന്ന് പറഞ്ഞാണ്. ഇപ്പൊ അങ്ങനെ ബില്ലുണ്ടാക്കിയിട്ട് ഒപ്പിടിപ്പിക്കാൻ നമ്മൾ പാടുപെടുകയാണ്. ഇതെല്ലാം കേരള സമൂഹം കാണുന്നുണ്ട്. ഞങ്ങൾ പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങളായി എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട സമരങ്ങൾ ആരാണ് നടത്തിയത്? ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ ആരാണ് മുന്നിട്ടിറങ്ങിയത്? ഈ കേരളത്തിൽ കോൺഗ്രസ് ആണോ? അല്ലല്ലോ. രാജ്യമൊട്ടാകെ കേരളത്തിൽ കോൺഗ്രസും ഉണ്ടായിരുന്നു, DYFI ഉണ്ടായിരുന്നു, എല്ലാ കൈൻഡ് ഓഫ് ആളുകളും ഉണ്ടായിരുന്നു. CPM-ഉം അതുപോലെ DYFI-യും പൗരത്വവുമായി ബന്ധപ്പെട്ട സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ ഈ ഗവർണറെ തിരിച്ചു വിളിക്കാൻ നമുക്കൊരു പ്രമേയം കൊണ്ടുവരാം എന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ പിന്തുണച്ചോ? അന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഒരു സെക്കൻഡ് ലിജു, റിജിൽ മാക്കുട്ടി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ നമുക്ക് ഈ ഗവർണറെ തിരിച്ചു വിളിപ്പിക്കാം എന്ന് പ്രമേയം കൊണ്ടുവരാം. ഇയാൾ RSകാരാണെന്ന് പറഞ്ഞപ്പോ വേണ്ട, ഗവർണർ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തെറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, തെറ്റിക്കാൻ നോക്കണ്ട എന്ന് AK ബാലൻ പറഞ്ഞു. അന്ന് നിങ്ങൾ എന്തിനാണ് കോംപ്രമൈസ് എടുത്തത്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നോ ഇയാൾ RSകാരനാണെന്ന്? ഇവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഏതാണോ മാറി മാറി വരുന്നത്, അവരുടെ പ്രതിനിധിയായി ഒരു ഗവർണർ ഉണ്ടാകും എല്ലാ ഘട്ടത്തിലും. ഇപ്പോ പറയട്ടെ, എല്ലാ ഘട്ടത്തിലും ഉണ്ടാകും. അപ്പൊ ഇദ്ദേഹത്തെ മാറ്റിയാലും ഈ പറയുന്ന നിലയിലേക്ക് ഒരാൾ വരും. അപ്പൊ ആ നിലയിലേക്ക് ഇദ്ദേഹത്തിന്റെ സ്വഭാവശൈലിയിൽ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം വന്നു തുടങ്ങി. വരുന്ന പാർലമെന്റ് ഇലക്ഷനിലേക്ക് സീറ്റ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ തന്നെ കോഴിക്കോട് ഒരു ഗവർണറെ പിൻവലിക്കാൻ പ്രമേയം പാസ്സാക്കാന്ന് വെച്ചാൽ ഗവർണറെ പിൻവലിക്കാനല്ല, രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാനേ കഴിയൂ. പക്ഷെ അത് രാഷ്ട്രീയ സന്ദേശമാണ്. ഇറങ്ങി നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? അപ്പൊ അത് കണ്ട് ചിലർ ചോദിക്കണം മാധ്യമങ്ങളിലൂടെ, ഇദ്ദേഹം തൃശ്ശൂര് സുരേഷ് ഗോപി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ പോലെ കോഴിക്കോട് പിടിച്ചെടുക്കാനാണോ ഇദ്ദേഹം സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് പ്രത്യേകമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പെരുമാറ്റം തുടങ്ങി. അത് RSSനെ കൂടുതൽ പ്രീണപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് RSSന്റെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ ഈ കേരളത്തിനകത്തുണ്ടാക്കാൻ വേണ്ടി ആദ്യം വിദ്യാഭ്യാസ മേഖലയെ തന്നെ പിടിച്ചെടുക്കുക. ആ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ തന്നെ ഒന്ന് തകിടം മറിച്ച് അതിൽ RSSന് തിരികെ കയറ്റാം. ആ ഇടപാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് കൂടി എനിക്ക് വരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ കേരളത്തിലെ നവകേരള സദസ്സ് വലിയ വിജയകരമായി മാറിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോ, ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ സമാപിക്കാൻ 23-ാം തീയതി പോകുമ്പോ നിങ്ങൾ കാണണം, ഇവിടെ ഒരു വലിയ നിലയിലേക്ക് കോൺഗ്രസിന്റെയും BJPയുടെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഈ കേരളത്തിലെ നവകേരള സദസ്സിലേക്ക് വരും. അതിന്റെ ഉദാഹരണം ഇന്ന് നമ്മൾ കണ്ടു. ഇന്ന് നെടുമങ്ങാട് വന്നത് MS ബിനു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ DCC അംഗമാണ് നവകേരള സദസ്സിലേക്ക് വന്നത്. കോൺഗ്രസ്സുകാരും BJPക്കാരും അവരുടെ പ്രവർത്തകരോട് വരരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഇത് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ വിജയം കണ്ട് ഇവരുടെ ഉൾപ്പെടെ പ്രവർത്തകർ വരികയാണ്.
നമുക്ക് എന്താണ് ഇതിന് കുറവായി പറയാൻ വേണ്ടി കഴിയുന്നത്? ഈ കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ജനങ്ങൾക്ക് എണ്ണി എണ്ണി പറയാൻ വേണ്ടി കഴിയും. ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു മാസം നീണ്ടു നിന്ന രാഷ്ട്രീയ വ്യായാമം ഇത് അവസാനിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത്. പ്രൗഢഗംഭീരമായി അത് അവസാനിക്കുമെന്നാണ് CPM-ന്റെ കോൺഫിഡൻസ്. അതിലെല്ലാ വിഭാഗം ആളുകളും ഒഴുകിയെത്തും. എല്ലാ വിഭാഗം ആളുകളും ഒഴുകിയെത്തും. നിങ്ങളുടെ സമരങ്ങളും നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം അപ്രസക്തമാകുമെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത് CPM നമ്മുടെ നാട്ടിലൊക്കെ മുട്ട കൊടുക്കാതെ ജാനും കോഴിയെ കൊടുക്കും. അതാണ് ഈ നാട്ടിനകത്ത് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുമ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏത് ജനങ്ങളെയാണ് ഈ മുഖ്യമന്ത്രി കണ്ടത്? മുഖ്യമന്ത്രി ജനങ്ങളെ കാണുന്നുണ്ടോ? മുഖ്യമന്ത്രി റേഡിയോ തുറന്നു വെച്ചപ്പോൾ പ്രസംഗിച്ചു പോകാന്നല്ലാതെ ഏത് ആ പരാതിയെ സ്വീകരിക്കുന്നത്? കൊടുത്ത പരാതി പോലും കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി കൊടുത്ത പരാതി കണ്ണൂർ കോർപ്പറേഷൻ അയക്കുന്ന എന്ത് പരിരക്ഷയാണ്, എന്ത് സഹായമാണ് നിങ്ങൾ കൊടുത്തത്? നിങ്ങൾ ആളുകളെ നിങ്ങൾ പാർട്ടി സംവിധാനം ഉപയോഗിച്ചു, സർക്കാരിന് ഉപയോഗിച്ചു ആളുകളെ കൊണ്ടുവരുന്നു. ആ ആളുകൾ വന്നതുകൊണ്ട് നിങ്ങൾ ആ ആളുകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരട്ടെ, നമുക്ക് കാണാം ആ ആളുകളൊക്കെ തന്നെ ആർക്ക് അനുകൂലമായി നിൽക്കുമെന്ന് ഈ നാട് കാണാൻ പോവുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ നാണം കെട്ട ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ആഭാസ സദസ്സുമാണ്. ഈ മനുഷ്യനെ കാണാൻ ജനങ്ങൾ, ഇത് അത്ഭുത ജീവിയല്ലേ? നാട്ടിൽ ജനങ്ങൾ പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടി നടക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി 1,05,00,000 രൂപയുടെ വാഹനത്തിൽ സഞ്ചരിക്കാൻ ഇയാൾക്കല്ലാതെ മറ്റൊരാൾക്കും ഈ തൊലിക്കട്ടി ഉണ്ടാകുമോ? ഇയാളെ കാണുന്ന ഏത് നാട്ടുകാരാ വരുന്നത്? പാർട്ടിക്കാരല്ലാതെ. അതുകൊണ്ട് ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി ഈ പിണറായി വിജയനെയും മന്ത്രിമാരെയും മ്യൂസിയത്തിൽ കൊണ്ട് വെക്കുന്നത് നല്ലത്. എങ്ങനെയാണ് നവകേരള സദസ്സ് അവസാനിക്കാൻ പോകുന്നത്, പ്രതിപക്ഷം അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഇന്ന് അവസാനിപ്പിക്കാൻ സമയമായി. താങ്ക് യു റിജിൽ മാക്കുറ്റി, ലിജു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.